ലിസി, ഇവിടെ ഇപ്പോൾ ആരുമില്ല. എനിക്ക് നിന്നെ പഴയ പോലെ ഒന്ന് തൊടാനും തലോടാനുമൊക്കെ കൊതി തോന്നുന്നു പെണ്ണെ. സേവ്യർ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്ന അനിയൻ്റെ ഭാര്യ ലിസിയുടെ അടുത്തേക്ക് വന്നു. ഇച്ചാനെങ്ങാനും കണ്ടുകൊണ്ട് വന്നാ എന്ത് ചെയ്യും? എനിക്കങ്ങും വയ്യ. സേവിച്ചൻ പോകാൻ നോക്ക്, ലിസി പേടിയോടെ പറഞ്ഞു. എൻ്റെ ലിസി, നിന്നെയാണ് എൻ്റെ അനിയൻ കെട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയതാ. ഞാനൊരിക്കൽ സ്നേഹിക്കുകയും അനുഭവിക്കുകയും ചെയ്ത പെണ്ണല്ലേ നീ. അന്ന് എനിക്കിവിടെ കല്യാണം ആലോചിക്കുമ്പോൾ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞതാ. പക്ഷേ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ്റെ മോളുമായി എന്നെ കെട്ടിച്ചേ അടങ്ങൂ എന്ന അപ്പച്ചൻ വാശി പിടിച്ചു. അല്ലെങ്കിൽ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ കഥയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സമ്മതമില്ലാതെ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അപ്പച്ചൻ്റെ കൂട്ടുകാരൻ്റെ മോളെ കെട്ടിയെങ്കിലും നിന്നെ മറക്കാൻ കഴിയാത്തത് കൊണ്ട് കല്യാണം കഴിഞ്ഞ 2-ാം മാസം ഞാൻ ഗൾഫിൽ പോയതാ. ലീവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 2 വർഷം നാട്ടിൽ വരാതെ നിന്നു. ഇപ്പൊ വന്നത് തന്നെ അനിയൻ്റെ കല്യാണം ആയതുകൊണ്ട് മാത്രം. പക്ഷെ അനിയൻ പെണ്ണ് കണ്ടുറപ്പിച്ച പെണ്ണ് നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. നിന്നെയും കണ്ടുകൊണ്ട് ഈ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും പെണ്ണെ? നിന്നെ കാണുമ്പോഴൊക്കെയും എനിക്ക് പഴയ കാര്യം ഓർമ്മ വരും. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിന്റെയും അവൻ്റെയും കല്യാണം കഴിഞ്ഞു പോയില്ലേ? സേവ്യർ നിരാശയോടെ പറഞ്ഞു. അവൻ്റെ നിരാശ കണ്ടപ്പോൾ ലിസിയുടെ മനസ്സിടിഞ്ഞു. ഒരിക്കൽ ജീവനെപ്പോലെ സ്നേഹിച്ചതാണ്. സേവിച്ചൻ്റെ അപ്പച്ചൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് തങ്ങളുടെ വിവാഹം നടക്കാതെ പോയത്. താൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചയാകുന്നു. ഇതുവരെ സേവിച്ചൻ്റെ ഭാര്യയോട് സ്നേഹത്തോടെ മിണ്ടുന്നതോ അവർ തമ്മിൽ ശരിക്കും ഒന്ന് സംസാരിക്കുന്നത് പോലും താൻ കണ്ടിട്ടില്ലെന്ന് ലിസി ഓർത്തു. ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നടക്കുന്നു എന്നേ ഉള്ളൂ. സേവിച്ചൻ്റെ ഭാര്യ സാറയ്ക്ക് കൂടുതൽ അടുപ്പം അനിയനോടാണ്. സേവിച്ചൻ കല്യാണം കഴിഞ്ഞ ഉടനെ ഗൾഫിലേക്ക് പോയപ്പോൾ സാറയ്ക്ക് എന്താവശ്യത്തിനും ഉണ്ടായിരുന്നത് സേവിച്ചൻ്റെ അനിയൻ ആൻ്റണിയാണ്. ആൻ്റണിക്ക് തന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നേ തോന്നിയിട്ടുള്ളൂ. തനിക്ക് സേവിച്ചനുമായി ബന്ധം ഉണ്ടായിരുന്നുവെന്ന് അയാളോട് അവൾ പറഞ്ഞിട്ടുമില്ലായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് ആൻ്റണിയുമായി അവൾ അടുത്തു വരുന്നതേ ഉള്ളൂ. താൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന സേവിച്ചൻ്റെ അനിയനാണ് തൻ്റെ ഭർത്താവ് എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടമുണ്ട്. കാരണം സ്നേഹിക്കുന്ന സമയത്ത് തന്നെ സേവിച്ചനുമായി എല്ലാ രീതിയിലും ഒന്നായിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് ആ ശാരീരിക ബന്ധം. പക്ഷെ അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നല്ല സങ്കടത്തോടെയാണ് അന്ന് സേവിച്ചനുമായി പരസ്പരം എല്ലാം പറഞ്ഞു തിരിഞ്ഞത്. എന്നിട്ട് വിധി തന്നെ കൊണ്ടെത്തിച്ചത് അതേ സേവിച്ചൻ്റെ മുന്നിൽ തന്നെയാണ്. തന്നെ സ്നേഹിച്ചത് കാരണം സേവിച്ചന് സന്തോഷമുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല എന്ന് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ബോധ്യമായി. അവൻ്റെ ജീവിതം കണ്ട് അവൾക്ക് ആത്മാർത്ഥമായി സങ്കടമുണ്ട്. ഇവിടെ താനും എങ്ങനെ സേവിച്ചൻ്റെ ഈ സങ്കടവും കണ്ടുകൊണ്ട് സേവിച്ചൻ്റെ അനിയൻ്റെ കൂടെ ജീവിക്കുമെന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി. ഒരേ സമയം താൻ അനിയനോടും ചേട്ടനോടും ഒപ്പം കിടക്ക പങ്കിട്ട് കഴിഞ്ഞതാണ്. ലിസി ആലോചനയിൽ മുഴുകി നിൽക്കവേ സേവ്യർ അവളുടെ പിന്നിലൂടെ വന്ന് അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവളുടെ പിൻകഴുത്തിൽ സേവ്യർ താടിരോമങ്ങൾ കൊണ്ട് ഇക്കിളിയാക്കി അവിടെ അമർത്തി ഉമ്മ വെച്ചു. ലിസി ആകെ പൂത്തുലഞ്ഞു പോയി. അവൻ്റെ സ്പർശനവും ചുംബനവും അവളെ അടിമുടി തളർത്തി. എതിർക്കാൻ കഴിയാത്ത വിധം അവൻ്റെ കരവലയത്തിനുള്ളിൽ അവൾ അടിമപ്പെട്ടുപോയി. ലിസി, വികാരത്തോടെ അവൻ വിളിച്ചു. സേവിച്ച. കുറുകലോടെ അവൾ വിളി കേട്ടു. നിന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ടല്ല കണ്ടത്. അങ്ങനെ കാണാനും എനിക്ക് കഴിയില്ല. അവൻ നിന്നെ മിന്നുകെട്ടിയെങ്കിലും നീ ഇപ്പോഴും എൻ്റെ സ്വന്തമാണ്. ഈ നെഞ്ചിൽ നീ മാത്രമേ ഉള്ളൂ. നിന്നെ മറന്ന സാറയോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല പെണ്ണെ. ഓരോ തവണ സാറെ അനുഭവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. അവൾ നീയാണെന്ന് കരുതിയാണ് ഞാൻ അവളെ ഓരോന്നും ചെയ്തിരുന്നത്. അത് പറയുമ്പോൾ സേവ്യറിൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. സാരിക്കിടയിലൂടെ ലിസിയുടെ നഗ്നമായ വയറിലും ബ്ലൗസിന് മുകളിലൂടെ അവളുടെ മാറിടങ്ങളെയും അവൻ അമർത്തിപ്പിടിച്ചു. ലിസി പുളഞ്ഞുപോയി. നാളുകൾക്ക് ശേഷം തൻ്റെ കാമുകൻ്റെ സാമീപ്യത്തിൽ അവൾ മറ്റെല്ലാം മറന്നു കളഞ്ഞു. കാരണം ഈ ഒരാഴ്ച അവളുടെ ഭർത്താവായ ആൻ്റണി പോലും അവളോട് ഇത്ര സ്നേഹത്തിൽ അവളോട് സമീപിച്ചിട്ടില്ല. എന്തോ കടമ തീർക്കുന്നത് പോലെയായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ. പക്ഷെ സേവ്യർ ആദ്യത്തെ അതേ കൊതിയോടെ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്താൻ തുടങ്ങി. സേവ്യറിൻ്റെ കരലാളനങ്ങളിൽ അവൾ സ്വയം മറന്നു. അവളെ എടുത്തുയർത്തി അവൻ ബെഡ്റൂമിലേക്ക് നടന്നു. ലിസിയെ കട്ടിലിലേക്ക് കിടത്തി സേവ്യർ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. പതിയെ അവളുടെ വസ്ത്രങ്ങളൊക്കെ അവൻ അഴിച്ചു മാറ്റാൻ തുടങ്ങി. പൂർണ്ണ നഗ്നരായി ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. വീട്ടിലുള്ള എല്ലാവരും ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു.
അച്ഛമ്മ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ലിസി കല്യാണത്തിന് പോകാതെ അവർക്ക് കൂട്ടിരുന്നു. ആന്റണിയുമായുള്ള കല്യാണത്തിന് ശേഷം ലിസിയോട് ഇതുവരെ തനിച്ചൊന്ന് സംസാരിക്കാൻ സേവ്യറിന് അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം കൂടാൻ പോയ പള്ളിയിൽ നിന്നും സേവ്യർ ആരും കാണാതെ പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സേവ്യറിൻ്റെ അച്ഛമ്മയ്ക്ക് കണ്ണും കണ്ടുകൂടാ, കാതും കേൾക്കില്ല. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ സൗകര്യവും എളുപ്പവുമായി. അതേസമയം ആന്റണിയുമായി കൊഞ്ചിക്കുഴയുകയായിരുന്നു സാറ തൻ്റെ വീട്ടിൽ. പള്ളിയിൽ പോയി കല്യാണം കൂടിയ ശേഷം സാറയുമായി അവളുടെ വീട്ടിൽ പോയതായിരുന്നു ആന്റണി. ആന്റണിയും സാറയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ സേവ്യർ ഗൾഫിലേക്ക് പോയപ്പോൾ സാറയ്ക്ക് കൂടെയുണ്ടായിരുന്നത് ആന്റണി മാത്രമായിരുന്നു. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ ആരും അറിയാതെ ഒരു ബന്ധം ഉടലെടുത്തത്. അവസരം കിട്ടുമ്പോഴൊക്കെ അവർ വീട്ടിൽ വെച്ച് ഒത്തുചേരാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ സേവ്യറും സാറയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുമിക്കാൻ ഒരവസരം കിട്ടാറില്ല. സാറയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇരുവരും അവളുടെ വീട്ടിലേക്ക് വന്നു. പെണ്ണ് കെട്ടിയതിൽ പിന്നെ ആന്റണിക്ക് എന്നോട് സ്നേഹക്കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട് എനിക്ക്. നീ എന്നെ തീരെ മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ, പരിഭവത്തോടെ സാറ അവനോട് പറഞ്ഞു. അതൊക്കെ നിന്റെ തോന്നലാണ് സാറ. ലിസിയോട് തന്നെ ഞാൻ എങ്ങനെയാണെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാനൊരു മുരടൻ ഭർത്താവാണെന്ന് അവൾ പറയും. അങ്ങനെയാണ് ഞാൻ അവളുടെ അടുത്ത് നിൽക്കുന്നത് തന്നെ. ഒരു ഭർത്താവിൻ്റെ കടമ ഞാൻ ചെയ്യണ്ടേ? അവളുടെ കൂടെ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നീ തന്നെയാണ് സാറ. ഞാൻ ആദ്യമായി അനുഭവിച്ചറിഞ്ഞ പെണ്ണ് നീയല്ലേ. നിന്നെ മറന്നിട്ട് ഞാൻ അവളെ സ്വീകരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നീ കഴിഞ്ഞിട്ടേ അവൾക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അതും ഇതുമൊക്കെ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇങ്ങോട്ട് നീ കിടക്ക എൻ്റെ സാറക്കുട്ടി. അത് പറഞ്ഞുകൊണ്ട് ആന്റണി അവളെ വലിച്ചടിപ്പിച്ചു. ഒരിടത്ത് ചേട്ടൻ്റെ ഭർത്താവുമായി അനിയൻ ബന്ധം സ്ഥാപിച്ചപ്പോൾ മറുവശത്ത് അനിയൻ്റെ ഭാര്യയുമായി ചേട്ടനും പഴയ ബന്ധം പുതുക്കി കഴിഞ്ഞു. സേവ്യർ പിന്നെ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല. പരസ്പരം ആരും ഒന്നും അറിയാതെ അവർ കട്ടുനിന്നുകൊണ്ടേയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.